24/9/24. ഇന്നും എന്നത്തെയും പോലെ ആവരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇപ്പം തന്നെ ഒരുപാട് വൈകി. ഇനിയും വെറുപ്പിക്കരുത് പ്ലീസ്. ഇന്നെങ്കിലും എനിക്കൊരു തീരുമാനം എടുത്തേ പറ്റൂ. വീട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നവനെ കെട്ടി അഭിനയിച്ച് ജീവിച്ച് തീർക്കാൻ എനിക്ക് വയ്യാത്തോണ്ടാണ്. എന്നാൽ ആരെ കെട്ടണം, ആരുടെ കൂടെ ജീവിക്കണം എന്നതിന് എനിക്ക് ഓപ്ഷനുണ്ട്. അത് അവൻ തന്നെ ആവണം എന്നില്ല. പ്രണയം ഇനിയും തോന്നിക്കൂടെ? ആളുകളെ ഇനിയും കണ്ടുമുട്ടിക്കൂടെ? കണ്ടുമുട്ടാം. എന്ത് പറ്റിയടാ? നീ നന്നായിട്ട് അഭിനയിക്കും. ആടി ദേ, ഇതുപോലെ കരയാൻ എനിക്ക് ഗ്ലിസറിൻ വേണം. പക്ഷെ നിനക്കതിൻ്റെ ആവശ്യമില്ല. അപ്പം നീയല്ലേ എന്നെക്കാളും നന്നായിട്ട് അഭിനയിക്കണേ. സോറി കരയല്ലേ പ്ലീസ്. ചുറ്റിനും ആൾക്കാരാണ്. പ്ലീസ് ബിഹേവ് യുവർ സെൽഫ്. എടാ ഞാൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ. മടുത്തടാ. വേദനിച്ച് വയ്യ. സോറി forgive me. ഒന്ന് ക്ഷമിച്ചാ പോരെ? എത്രതാ? ജീവിതകാലം മുഴുവനോ? എന്റെ പ്രശ്നമായിരിക്കും. നിന്റെ പ്രശ്നം ക്യാഷ് അല്ലേ? ഇവിടെ ഞാൻ തന്നെ കൊടുക്കണ്ടേ? എന്റെ കുട്ടിക്ക് വയ്യ. എനിക്ക് ഈ റിലേഷനെ കുറിച്ച് ഒന്ന് ആലോചിക്കാം. ഇല്ല, എനിക്ക് ഭ്രാന്ത് പിടിക്കും. എന്നെ കൊണ്ടിന് വയ്യ. ആവശ്യത്തിന് വേണ്ടി മാത്രം ഞാൻ. എടാ എന്തുവാടാ പറയുന്നേ? എങ്ങനെ എന്നോട് ഇങ്ങനെ പറയാൻ തോന്നണേ? എടാ കളിക്കല്ലേ നീ. ഞാൻ സീരിയസാ. എനിക്കിതിനെ കുറിച്ചൊന്ന് ആലോചിക്കണം. പേടിക്കണ്ട, ഞാനൊട്ടൊരാളിലോട്ട് വലിച്ചിട്ടില്ല. ഞാനും ആലോചിക്കും. കേൾക്കാൻ വേണ്ടി തന്നെ പറഞ്ഞത്. ഇത് കണ്ട നോക്ക്, ഇവിടെ ഇതിനപ്പുറവും ചെയ്യും. ഇത് നമ്മൾ അവള് കൈവിട്ട് പോയളിയാ.
ഏതൊരുത്തം വന്ന് നൈസായിട്ട് അവളെ അങ്ങ് തൂക്കി കാത്തിരിക്കാൻ പറയുന്നത് ആളേനെ കാഴ്ച പായാണ് പറഞ്ഞത്. ഫോട്ടോയ്ക്ക് നിൽക്കണം ഇപ്പ് കണ്ടില്ലേ കെട്ടിപ്പിടിച്ച് ഓട്ടി ജ്യൂസി ജ്യൂസി പണ്ട് കാട് കയറി ചിമ്മിക്കൊന്ന് കൂട്ടി കൂടെ കൂടെ കാത്തിടാം എനിക്ക് പൊട്ട് പക്ക പക്ക ഏറെ വേറെ ദൂരെ ദൂരെ പറ ദൂര ദൂര ഏറെ കൂടെ ദൂരെ ദൂരെ പുക പുക കൂടി കൂടി തേടി തേടി കൊന്നു കൂടി നിന്നിലുള്ള പക 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 ഏറെ വേറെ ദൂര 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 ദൂര. കസിൻ്റെ മാരേജ് ആയിരുന്നു. ഒരുപാട് നാൾക്ക് ശേഷം ജയേഷേട്ടനെ ഇന്ന് കണ്ടേ. കുഞ്ഞയുടെ മൂത്ത മോനാ. മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് പറഞ്ഞ് എന്നോടുള്ള എൻ്റെ വീട്ടുകാരുടെ ടോർച്ചർ ഒരു പരിധി വരെയൊക്കെ ഒഴിവാക്കി തരാൻ ജയേഷേട്ടന് പറ്റുമായിരുന്നു. പാവാ, അനിയത്തിയല്ല, മൂപ്പർക്ക് ഞാൻ മോളെപ്പോലെ തന്നെയായിരുന്നു. 4-5 വയസ്സ് വരെ എന്നെ നോക്കിയതും വളർത്തിയതും ഒക്കെ മൂപ്പർ തന്നെയാണ്. ചേട്ടൻ്റെ അവിടെ നിന്ന് ഞാനിന്നൊരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തിരുന്നു. എല്ലാവർക്കും മൂപ്പർ ആരാന്നറിയണം. പിന്നെ ഇന്നവൻ വിളിച്ച് ശല്യപ്പെടുത്തിയിട്ടില്ല. നമുക്ക് അവളെ അങ്ങ് തീർത്താലാ? നമുക്ക് കിട്ടാത്തത് വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നോടാ. എന്നാ കൊല്ലണ്ട. പക്ഷെ വേറെ ആരും അവളെ സ്നേഹിക്കരുത്. ഒരുപാടായില്ലടാ പട്ടിയെ പോലെ ഇങ്ങനെ പിറകെ നടക്കുന്നു. വെറുതെ വിടരുത്. എനിക്കറിയാം അവള് വിളിക്കും. വിശ്വസിക്കരുത് അവളെ. ചതിക്കും. തെറ്റുകൾ എനിക്കും പറ്റിയിട്ടുണ്ട്. പക്ഷേ ശരി പലപ്പോഴും എൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു. എന്നിട്ടും ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ എല്ലാത്തിനും കാരണം ഞാനായിരിക്കും. അവനിങ്ങനെ ആയതിന് കാരണവും ഞാനായിരിക്കും. അവനൊരിക്കലും മറലാൻ മറപ്പിച്ചാൽ പിന്നെ എല്ലാം എപ്പോഴേ ശരിയായേനെ. എനിക്കവൻ ഒരുപാട് ഇഷ്ടമാണ്. അവനും എന്നെ ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നെ വേദനിപ്പിക്കാതിരുന്നാൽ മാത്രം മതി എനിക്ക്. വേറൊരു ആഗ്രഹങ്ങളും എനിക്കില്ല. ആലോചിച്ചു, സമയമായി. വേറെ ആരും ഇതിലോട്ട് വലിച്ചിടാതെ ഒരു തീരുമാനം എടുക്കാൻ ഈ എഴുത്തെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അല്ല, എഴുത്തൊന്നും കൊണ്ടല്ല, ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഈ തീരുമാനത്തിലെത്തിയെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. അതുതന്നെയാണ് സത്യം. ഞാൻ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇനി എനിക്ക് അവനെ ഒന്ന് കാണണം. ഹലോ, ഞാൻ പറഞ്ഞതല്ലേടാ അവള് വിളിക്കുമെന്ന്. വിശ്വസിക്കരുത്. അവള് ചതിക്കും.
നമ്മളെന്ത് പറഞ്ഞോ, നമ്മളെന്ത് തീരുമാനിച്ചോ, അതേ നമ്മൾ ചെയ്യൂ. അതീ കണ്ട കെമിക്കൽ അടിച്ച് കയറ്റിയെടുത്ത തീരുമാനമല്ല. നമ്മളിങ്ങനെയാണ്. അത് തന്നെയാടാ